ഇവിടെ ന്യൂസിലാൻഡിൽ ക്രിസ്മസ് എല്ലാവരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഫാമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ഷോപ്പിൽ പോയതാണ്. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണം തോന്നി. നല്ല രസമായിട്ട് ഭയങ്കര അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ അവരുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടത് ട്രീസിൻ്റെയാണ്. അവിടെ ഗോൾഡൻ ട്രീസ്, വൈറ്റ് കളറുള്ള ട്രീസ്, ഗ്രീൻ കളറുള്ള ട്രീസ്, അങ്ങനെ ട്രീസിന് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി ഒരു ഫാസ്റ്റ് മോഡിൽ ഇട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് എല്ലാം കാണിക്കുകയും ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല രസമുള്ള, എന്താ പറയുക, നല്ല രസമാണ് ഇവിടുത്തെ ആ ഡെക്കറേഷൻ എല്ലാം കാണാനായിട്ട്. പിന്നെ ഫാമേഴ്സിലൊരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര യുണീക്കായിട്ടുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട് അവരുടെ അടുത്ത്. നല്ല നല്ല ക്വാളിറ്റി പ്രോഡക്ട്സും ആയിരിക്കും. ഇവിടെ നമുക്ക് വേറെ എല്ലാ ഷോപ്പിലും തന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസ് കിട്ടുമെങ്കിലും ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമേഴ്സിൽ പോകണം. അതേപോലെ തന്നെ അവിടെ റേറ്റും ഇച്ചിരി കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് ഡിഫറൻസും ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് അവിടെ നിന്ന് കിട്ടും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഇതിനകത്തുനിന്ന് ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ട്രീ ഇത് ചെയ്തതെന്നൊക്കെ ഞാൻ നിങ്ങൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഫ്ലവറിൻ്റെ പോലത്തെ ആ ഡെക്കറേഷൻ ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. റെഡ് ആ വെൽവെറ്റിൻ്റെ ഫ്ലവർ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അന്ന് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനായിരുന്നു. അപ്പം ഇത് ഒരെണ്ണത്തിനെങ്ങാണ്ട് $19 സംതിങ് ആയിരുന്നു. അപ്പോൾ ഒരെണ്ണം എടുത്താൽ നമുക്ക് 2 എണ്ണം കിട്ടും. ബൈ 1 ഗെറ്റ് 1 എന്നുള്ള ഓഫറായിരുന്നു അന്ന് ഫാമേഴ്സിലുണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചൂസ് ചെയ്ത ട്രീ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. അപ്പം ആ ട്രീക്ക് മാച്ചിങ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ തപ്പി നടക്കുന്നത്. അവിടെ ഇരിക്കുന്നതൊക്കെ ട്രീ സ്കേർട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഒരു ഗോൾഡൻ കളർ, ഇതല്ല, സൈഡിലിരിക്കുന്ന ഒരു ഗോൾഡൻ കളർ ട്രീ സ്കേർട്ട് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഞാൻ ചൂസ് ചെയ്ത ട്രീക്ക് അത് അടിപൊളിയായിരുന്നു. പക്ഷേ അന്ന് ഇങ്ങനെ 50% അങ്ങനത്തെ ഒരു ഓഫർ അല്ലായിരുന്നു. ബൈ 1 ഗെറ്റ് 1 ഓഫർ ആയതുകൊണ്ട് അതിന് $120 ആയിരുന്നു. അപ്പം അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ട്രീ സ്കേർട്ട് എടുത്തില്ല. പക്ഷെ അതെനിക്കൊരു മണ്ടത്തരായിപ്പോയി. ഞാൻ വേറെ ഏതെങ്കിലും കടയിൽ പോയി ഇച്ചിരിയും കൂടി ഒരു റീസണബിൾ റേറ്റിൽ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. വേറൊരു കടയിൽ നിന്ന് എനിക്ക് കിട്ടിയതുമില്ല. എന്നാൽ ഫാമേഴ്സിൽ ഈവൻ ഓൺലൈൻ പോലും അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി അവസാനമായപ്പോഴേക്കും. അതാണ് സംഭവിച്ചത്. പിന്നെ ഉണ്ടല്ലോ, എനിക്കങ്ങനെ ഇങ്ങനെ വലിയ ക്രിയേറ്റീവ് ഐഡിയാസ് ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം അങ്ങനെ ഒരു ഡെക്കറേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ പോലെ തന്നെയുണ്ട്. ഒരു സ്ട്രീറ്റിൽ എങ്ങനെ ലൈറ്റ് വീടുകൾ തമ്മിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് കോമ്പറ്റീഷനുണ്ട്. അപ്പം കാണാനൊക്കെ ഞങ്ങൾ രാത്രിയിൽ പോകാറുണ്ട് കേട്ടോ. അപ്പം എനിക്കങ്ങനെ വലിയ ഐഡിയാസ് ഒന്നുമില്ല. എന്നാലും എനിക്ക് അറിയാവുന്ന ഒരു ഐഡിയ വെച്ചിട്ട് ഞാനൊരു ട്രീ ചൂസ് ചെയ്ത് അതിന് മാച്ചിങ് ആണെന്ന് എനിക്ക് തോന്നുന്ന സംഭവങ്ങൾ തപ്പി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ചൂസ് ചെയ്ത് ഒരു ഗോൾഡൻ ട്രീ ആട്ടോ. ഈ വീഡിയോയുടെ ആദ്യം കാണിക്കുന്നുണ്ടല്ലോ, അതിലൊരു ഗോൾഡൻ ട്രീ ആണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം അവരവിടെ അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേരുന്നത് ഗോൾഡൻ വൈറ്റ് അങ്ങനത്തെ ഒരു തീമിലാണ്. എനിക്കതിനെ വേറൊരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് റെഡും ഗ്രീനും ചൂസ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് നോക്കുക അതിന് മാച്ച് ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്, ഗോൾഡിനകത്ത് റെഡും ഗ്രീനും കൂടെ വരുമ്പോൾ. അപ്പം ഞാൻ ആ രീതിയിലുള്ള കുറച്ച് ഡെക്കറേഷനാണ് ഇവിടുന്ന് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതുണ്ട് ഇങ്ങനെ ബോൾസിൻ്റെ ഡെക്കറേഷൻ അല്ലാതെ ഫുഡ് ഐറ്റംസ്, ഇങ്ങനെ എന്താ പറയുക, വീടിൻ്റെ, കാഴ്സിൻ്റെ, ഏഞ്ചൽസ്, അങ്ങനെയുള്ള പല ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിങ്ങനെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇവിടെ ന്യൂസിലാൻഡിൽ ഇങ്ങനെ വ്ളോഗിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അത്ര ഒരു എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ ഫാമേഴ്സിൽ അല്ലെങ്കിൽ ആ ബേസിൽ നോക്കിയാൽ ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെ ക്യാമറ പൊക്കി പിടിച്ചിട്ടുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒരു പബ്ലിക്കലി ക്യാമറ പൊക്കാനായിട്ട് ഓൾറെഡി നമുക്കൊരു ചമ്മലുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മൾ നോക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിക്കുമ്പം ചെറിയൊരിതുണ്ട്. അവിടെ ആരും അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുമ്പം നോക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചമ്മലുണ്ട്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.